ഹലോ ഗായ്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഒരുപാട് ദിവസത്തെ വെക്കേഷൻ പീരീഡിന് ശേഷം, അല്ലെങ്കിൽ ഒരുപാട് സമയത്തിന് ശേഷം ഞാൻ വീണ്ടും എൻ്റെ വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്ത് തുടങ്ങുകയാണ്. മടി പിടിച്ചിരിക്കുകയായിരുന്നു. ഇപ്പോൾ രാവിലെ എണീറ്റ് വന്ന് ബ്രഷ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഭയങ്കര മടിയായിരുന്നു ഈ ഡേ ആയിട്ട്. ഈ ഡേ അല്ല, 1 മന്തായിട്ട് വീഡിയോസൊന്നും അപ്ലോഡ് ആക്കിയിട്ടില്ല. ഐ തിങ്ക് യൂട്യൂബറിന് എന്നെ ഇവിടുന്ന് ഡിലീറ്റ് ആക്കുമെന്ന് തോന്നിയപ്പോൾ വീണ്ടും ഞാൻ കയറി വന്നതാണ് കേട്ടോ. അപ്പോൾ ഒരു ഫേസ് വാഷും കൂടി ചെയ്യുന്നുണ്ട്, മൈൽഡായിട്ട് ബ്രഷിങ്ങൊക്കെ കഴിഞ്ഞ ശേഷം. അപ്പോൾ ഓക്കെ, ഇനി നമുക്ക് എന്ത് ചെയ്യാം, നേരെ വന്നിട്ട് നമസ്കരിക്കാം കേട്ടോ. ഞാൻ ഹാളിൽ നിന്നാണ് കേട്ടോ നമസ്കരിക്കുക. ഹാളിൽ നിന്നല്ല, ലിവിങ് ഏരിയയിൽ നിന്നാണ് നമസ്കരിക്കുക. എനിക്ക് റൂമിനേക്കാളൊന്നും കൂടെ കംഫർട്ടബിളായിട്ട് തോന്നുന്നൊരു പ്ലേസാണ്. അങ്ങനെ നമസ്കാരവും ഓത്തും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ പോവാണ് കേട്ടോ. ഈ സമയം എനിക്ക് ഭയങ്കര സ്പെഷ്യലാണ് കേട്ടോ. കാം ആൻഡ് ക്വൈറ്റായിട്ടുള്ളൊരു സമയം. പുറത്ത് നല്ല കാറ്റുണ്ട്. ഇവിടെ ഇപ്പോൾ നല്ല ചൂടും വെയിലൊക്കെ ആണെങ്കിലും പുറത്ത് നല്ല കാറ്റുണ്ട്. അപ്പോൾ നല്ലൊരു അന്തരീക്ഷത്തിൽ ക്വൈറ്റായിട്ട് കാമായിട്ട് ഇരുന്നിട്ട് ഇങ്ങനെ ഖുർആൻ ഓതുമ്പോൾ ഭയങ്കര ഒരു മനസ്സമാധാനം കിട്ടാറുണ്ട്. അത് കഴിഞ്ഞ് ഞാൻ കുറച്ച് വെള്ളമൊക്കെ കുടിച്ച് ഇങ്ങനെ ഇരിക്കും ഭയങ്കര സുഖത്തിൽ. സത്യം പറഞ്ഞാൽ ഞാൻ വീഡിയോസും യൂട്യൂബൊക്കെ നിർത്തിപ്പോയി എന്നായിരിക്കും എല്ലാവരെയും വിചാരം. എന്നെ ഇഷ്ടപ്പെടുന്ന കുറച്ച് പേരൊക്കെ എനിക്ക് മെസ്സേജ് അയച്ചിട്ടും ഇൻസ്റ്റഗ്രാമിലൂടെയൊക്കെ എൻ്റെ അടുത്ത് ചോദിക്കാറുണ്ടായിരുന്നു, എന്താ വീഡിയോസ് അപ്ലോഡ് ചെയ്യാത്ത, നിർത്തിയോ എന്നൊക്കെ. താങ്ക് യു ഫോർ യുവർ മെസ്സേജസ്. കാരണം എന്നെ ഓർക്കുന്നുണ്ട്, അല്ലെങ്കിൽ ഞാൻ വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നത് ശ്രദ്ധിക്കുന്നുണ്ട് എന്ന് തോന്നിയ കുറച്ച് ആളുകളെങ്കിലും ഉണ്ടല്ലോ. താങ്ക് യു. കാരണം എനിക്ക് അത്രയും ഒരുപാട് സബ്സ്ക്രൈബേഴ്സോ കാര്യങ്ങളൊന്നും ആയിട്ടുള്ളൊരു വ്യക്തിയൊന്നും അല്ല ഞാൻ. എങ്കിലും എന്നെ സപ്പോർട്ട് ചെയ്ത് എന്നോട് അതൊക്കെ ചോദിക്കുന്നതിൽ എനിക്ക് നല്ല സന്തോഷമുണ്ട്. അങ്ങനെ നമ്മൾ വെള്ളമൊക്കെ കുടിച്ച ശേഷം നേരെ കിച്ചണിലോട്ട് വരികയാണ്. ഇനി കിച്ചൺ പരിപാടികളാണ്. കിച്ചണിലോട്ട് വരുമ്പോൾ തന്നെ കിച്ചണൊക്കെ നല്ല ക്ലീനായിട്ട് നീറ്റായിട്ടാണ് തലേ ദിവസം നമ്മൾ ഇട്ടിട്ടുള്ളതെങ്കിൽ ഭയങ്കര ഒരു ഫീലിംഗ് ആണല്ലേ. ഭയങ്കര സന്തോഷമാണ്. ഞാനിങ്ങനെ കിച്ചണിലോട്ട് ഇങ്ങനെ നോക്കും, മൊത്തം ക്ലീനല്ലേ. അപ്പോൾ എനിക്ക് അവിടെ വർക്ക് ചെയ്യാനൊക്കെ ഭയങ്കര ഒരു സന്തോഷമായിരിക്കും. അല്ലെങ്കിൽ പിന്നെ എനിക്കിതാ ഭയങ്കര മൂഡൊക്കെ പോയിട്ട് അന്ന് കുക്ക് ചെയ്യാനോ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കാമെന്നുള്ളൊരു മൈൻഡൊക്കെ ഉണ്ട്. പെട്ടെന്ന് തന്നെ മൈൻഡ് അങ്ങോട്ട് മാറും. അപ്പോൾ ഇന്ന് ഭയങ്കര ഹാപ്പിയാണ്. കിച്ചണൊക്കെ നല്ല നീറ്റ് ആൻഡ് ക്ലീനാണ്. അപ്പോൾ നമ്മൾ വേസ്റ്റ് ബാസ്ക്കറ്റിൻ്റെ കവറൊക്കെ ഒന്ന് ചേഞ്ച് ചെയ്യാനുണ്ടായിരുന്നു, അതൊക്കെ ചെയ്യാൻ കേട്ടോ. അത് കഴിഞ്ഞ് നമ്മൾ നമ്മുടെ ചിക്കനെ രാവിലെ കുറച്ച് നമസ്കരിക്കാനൊക്കെ എണീക്കുന്നതിലും കുറച്ച് മുമ്പേ ഞാൻ ചിക്കൻ എടുത്ത് വെള്ളത്തിലിട്ട് വെച്ച് പോയതായിരുന്നു കേട്ടോ. കാര്യം നല്ല കട്ട പിടിച്ചിരിക്കുകയായിരുന്നു. തണുപ്പൊക്കെ ഒന്ന് മാറിയിട്ട് വേണം ഇവനെ ഒന്ന് വൃത്തിയാക്കാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. അപ്പോൾ മൊത്തത്തിൽ നല്ല തണുത്ത് ഉറച്ചിരിക്കുകയായിരുന്നു. ഇപ്പോൾ ഏതാണ്ട് തണുപ്പൊക്കെ വിട്ടിട്ടുണ്ട്. പിന്നെ നമുക്കിത് ഇവനെ അങ്ങോട്ട് ശരിയാക്കാം അല്ലേ. ശരിയാക്കി ഞാൻ തോലൊക്കെ കളഞ്ഞു. അപ്പോൾ അത് ഞാൻ കാണിച്ചില്ല. എല്ലാവർക്കും ചിലപ്പോൾ ഈ തോല് കളയുമ്പോഴൊക്കെ ചിലർക്കൊരു എന്താ പറയുക, വോമിറ്റിംഗ് ടെൻഡൻസി അല്ലെങ്കിൽ ഒരു അറപ്പെന്നൊക്കെ പറയില്ലേ. എനിക്ക് മറ്റുള്ളവർ ചെയ്യുമ്പോൾ കാണുമ്പോൾ ചിലപ്പോൾ എനിക്ക് ഉണ്ടാകാറുണ്ട് കേട്ടോ. പക്ഷെ സ്വയം ചെയ്യേണ്ട ഒരു ഗതികേട് വരുമ്പോൾ നമ്മൾ ചെയ്തു പോകും ഗൈസ്. അതങ്ങനെയാണ്. നമുക്ക് കുട്ടികളുണ്ടാവുന്നത് വരെ നമുക്ക് ബാക്കിയുള്ള കുട്ടികൾ എന്തെങ്കിലും ഈ കാണുമ്പോഴൊക്കെ നമുക്ക് ചെയ്യാൻ മടി ഉണ്ടാവും. പക്ഷെ സ്വന്തം കുട്ടികളുണ്ടാകുമ്പോൾ നമ്മൾ സ്വയം ചെയ്തു പോകും എന്നൊക്കെ പറയില്ലേ, അതുപോലെ തന്നെ. അപ്പോൾ നമ്മൾ ചിക്കനൊക്കെ കുളിപ്പിച്ച് വൃത്തിയാക്കി കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. അങ്ങനെ നമ്മളിനി ചിക്കൻ മാഗ്നേറ്റ് ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ റെഡിയാക്കാൻ കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് എടുത്തിട്ടുണ്ട്. അത് 2-3 സ്പൂൺ ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പം നിങ്ങൾ വിചാരിക്കും ഇന്നെന്താ സ്പെഷ്യലായിട്ടൊക്കെ ഉണ്ടാക്കുന്നതെന്ന്. ആക്ച്വലി ഇന്ന് സ്പെഷ്യലാണ്. അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നത് നെയ്ച്ചോറും ചിക്കൻ ഫ്രൈയും പിന്നെ ചിക്കൻ കറി ഒക്കെയാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. പ്രത്യേകിച്ചൊന്നുമല്ല. നമ്മളിവിടെ ചൊവ്വാഴ്ച അതുപോലെ വെള്ളിയാഴ്ച 2 ദിവസം വീക്കിലി ട്വൈസ് ഇൻ എ ഡേ നമ്മൾ എന്ത് ചെയ്യും, സ്പെഷ്യൽ ഉണ്ടാക്കും. അതായത് വീക്കിലി ട്വൈസ്, അതായത് 2 ദിവസം. അപ്പം നമ്മൾ അതിന് വേണ്ടിയിട്ട് ഒന്ന് ചൊവ്വാഴ്ചയും ഒന്ന് എന്താ പറയുക ഫ്രൈഡേയും ആണ്
വെള്ളിയാഴ്ചയാണ് തിരഞ്ഞെടുത്തിട്ടുള്ളത്. അപ്പോൾ ഞാനിവിടെ ആഡ് ചെയ്യുന്നതൊക്കെ നിങ്ങൾ കാണുന്നുണ്ടല്ലോ അല്ലേ. മുളക് പൊടി, മഞ്ഞൾപ്പൊടി, കുറച്ച് ഗരം മസാല, കുറച്ച് കുരുമുളക് പൊടി, പിന്നെ സാൾട്ട്, അത്രയ്ക്ക് തന്നെ. പിന്നെ കാണുന്നത് കൊണ്ടാണ് ഞാൻ പിന്നെ അധികം പറയാത്തത്. അപ്പോൾ ഇതൊക്കെയാണ് ഞാനിപ്പോൾ ഇവിടെ ആഡ് ചെയ്തത്. അപ്പോൾ ഞാൻ എന്തായിരുന്നു പറഞ്ഞു വന്നത്, ആക്ച്വലി മറന്നുപോയി ഗൈസ്. എന്തായാലും നമ്മൾ സ്പെഷ്യൽ ഉണ്ടാക്കുന്നത് എൻ്റെ ഡേയിലാണ്. അപ്പോൾ നമ്മൾ ഫ്രൈഡേ സ്പെഷ്യൽ ഉണ്ടാക്കുമ്പോൾ കാക്കാൻ്റെ ഓരോ 2 ഫ്രണ്ട്സിന് നമ്മൾ എല്ലാ ഫ്രൈഡേയും കൊടുക്കാറുണ്ട്. അതുപോലെ നമ്മൾ ചൊവ്വാഴ്ചകളിൽ, അതായത് ട്യൂസ്ഡേ സ്പെഷ്യൽ ഉണ്ടാക്കുമ്പോൾ 2 ഫ്രണ്ട്സുകൾക്കും കൂടെ കൊടുക്കാറുണ്ട്. അപ്പോൾ 2 ആൾക്ക് നമ്മൾ പാക്ക് ചെയ്ത് കൊടുത്തയക്കും. വേറൊരാൾ നമ്മുടെ റൂമിലോട്ട് വരുന്നുണ്ട് ഫുഡ് കഴിക്കാനായിട്ട്. അപ്പോൾ നമ്മൾ പെട്ടെന്ന് തന്നെ എന്താ പറയുക, കാര്യങ്ങൾ അങ്ങോട്ട് ചെയ്യുകയാണ് കേട്ടോ. പെട്ടെന്ന് തന്നെ ഉണ്ടാക്കണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് ആളുകൾ. അതിനിടയിൽ എൻ്റെ സിസ്റ്റർ ഒന്ന് വിളിച്ചു. സിസ്റ്റർ എന്ന് പറയുമ്പോൾ കസിൻ. അങ്ങനെ ഞങ്ങൾ കുറേ നേരം സംസാരിച്ചു. ഉമ്മി വിളിക്കുന്നു, സംസാരിക്കുന്നു. ഇതൊക്കെ അതിൻ്റെ ഇടയിലേക്ക് നടക്കുന്നുണ്ട്. അപ്പോൾ എല്ലാം നടത്താൻ ഞാൻ മാത്രമല്ലേ ഉള്ളൂ, എന്ത് ചെയ്യുക. കോളൊക്കെ വരുമ്പോൾ നമ്മളിവിടെ നിൽക്കുമ്പോൾ ഇങ്ങനെ കോൾ വന്നുകൊണ്ടിരിക്കും. നാട്ടിൽ ആവുമ്പോൾ ഇത്രയും ഉണ്ടാവില്ല. അപ്പോൾ ഉമ്മയൊക്കെ ഒരു ദിവസം ഒരു 10 പ്രാവശ്യമെങ്കിലും വിളിക്കും. മാഷാഅല്ലാ. അപ്പോൾ നമുക്കിങ്ങനെ കോൾ അറ്റൻഡ് ചെയ്തുകൊണ്ടേ ഇരിക്കണം. പിന്നെ എൻ്റെ കസിൻ സിസ്റ്റർ ഞാൻ പറഞ്ഞു, അവൾ ദുബായിലാണ്, ഞാൻ സൗദിയിലാണ്. അപ്പോൾ ഞങ്ങൾ ഡെയിലി കോൾ ചെയ്യും. പണി ചെയ്യുന്ന സമയത്ത് നീ എന്താ ഉണ്ടാക്കുന്നത്, ഞാൻ ഇന്നിതാ ഉണ്ടാക്കുന്നത്. എത്ര പേരൊക്കെ റിലേറ്റ് ചെയ്യാൻ പറ്റും എന്നെനിക്കറിയില്ല, പക്ഷെ ഞങ്ങൾ അങ്ങനെയാണ് കേട്ടോ. അപ്പം അങ്ങനെ നമ്മളിങ്ങനെ ലെമൺ ജ്യൂസ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ കുരുവൊക്കെ താഴെ പോയി. അപ്പം ഞാനതൊക്കെ ഓരോന്ന് പെറുക്കിയാണ് ഗെയ്സ്. അങ്ങനെ എൻ്റെ വ്ലോഗ് തുടർന്നു കൊണ്ടേയിരിക്കുന്നു. അപ്പം ഞാൻ കുറച്ച് എന്താ പറയുക, കറി ലീവ്സും കൂടെ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ആഡ് ചെയ്യുന്നത് കുറച്ച് കളർ ആഡ് ചെയ്ത് കൊടുത്തു. ഇനി നമ്മൾ ഒന്നും ആഡ് ചെയ്യുന്നില്ല ഗൈസ്. കുറച്ച് ഇത് ആഡ് ചെയ്യുന്നുണ്ട്, അരിപ്പൊടിയില്ലേ, നമ്മുടെ റൈസ് ഫ്ലോർ. അത് ആഡ് ചെയ്യുമ്പോൾ നല്ലൊരു മൊരി കിട്ടും, മുരിഞ്ഞ് കിട്ടും ചിക്കൻ. അപ്പോൾ അതും കൂടി ഞാൻ ആഡ് ചെയ്ത് കൊടുക്കാറുണ്ട്. അതിനിടയിൽ ഞാനൊരു ഷെഫായി മാറുകയാണ് ഗൈസ്. കാര്യം മേലൊക്കെ ഞാൻ വൈറ്റ് ഡ്രസ്സാണല്ലോ, അപ്പോൾ മേലൊക്കെ ഇങ്ങനെ മാഗ്നേഷൻ ചെയ്യുമ്പോൾ ആവുമെന്ന് കരുതി ഞാൻ ഇതൊക്കെ ഇട്ടു. പക്ഷേ ആഫ്റ്റർ എ ഫ്യൂ മിനിറ്റ്സ് ലേറ്റർ ഞാനിത് അഴിച്ചു വെക്കേണ്ടി വന്നു. കാര്യം ഭയങ്കര ചൂടാണ് ഇവിടെ. അങ്ങനെ ഇങ്ങനെയുള്ള സംഭവങ്ങളൊന്നും മേലിട്ട് നടക്കാൻ കഴിയില്ല. അല്ലെങ്കിലേ ഒരു നൈറ്റി ഇട്ടുകൊണ്ട് നടക്കാറാണ് പതിവ്. കാര്യം അത്രയ്ക്ക് ചൂടാണ് സൗദി എന്നല്ല, സൗദി, ദുബായ് ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ. നമ്മുടെ നാട്ടിൽ നല്ല മഴയാണെന്നൊക്കെ പറയുമ്പോൾ സത്യം പറഞ്ഞാൽ കൊതിയാവാറുണ്ട്. കാര്യം ഇവിടുത്തെ ചൂട് ആലോചിച്ചിട്ടല്ല, എനിക്ക് ആ മഴ തണുപ്പിന് വേണ്ടിയിട്ടല്ല, എനിക്ക് ആ മഴ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കാനുള്ളൊരു കൊതി. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് മഴ. അതുപോലെ മരത്തിലിങ്ങനെ തുള്ളി ഉറ്റുന്നത്, അതുപോലെ നമ്മൾ ഈ നാച്ചുറലായിട്ടുള്ള നല്ല മരങ്ങളൊക്കെ ഉള്ള സ്പേസിലൂടെ മഴയത്ത് ഇങ്ങനെ വണ്ടി ഓടിച്ച് പോകുന്നത് ഒക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. കഴിഞ്ഞ പ്രാവശ്യം ഞാൻ മഴയുള്ള സമയത്ത് ഞാൻ കാറെടുത്തുകൊണ്ട് വെറുതെ ഇങ്ങനെ എന്ത് ചെയ്യും, കാറെടുത്തുകൊണ്ട് മഴയത്ത് ഇറങ്ങി പോകാറുണ്ടായിരുന്നു. ഭയങ്കര രസമാണ് ആ സമയത്ത്. നമുക്ക് ചുറ്റുവട്ടമൊക്കെ കാണുമ്പോൾ ഭയങ്കര രസമാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ എന്നിട്ട് ആരുമില്ലാത്ത അല്ലെങ്കിൽ ഒഴിഞ്ഞ് എവിടെയെങ്കിലുമൊക്കെ കാറ് നിർത്തിയിട്ട് ഞാനിങ്ങനെ മഴ ആസ്വദിക്കുമായിരുന്നു. ഈ ഗ്ലാസ്സുമൊക്കെ ഇങ്ങനെ മഴ അടിക്കുന്നത് ഞാനും ചിലപ്പോൾ എൻ്റെ സിസ്റ്ററിനെല്ലാം മാത്രമേ ഉണ്ടാവുള്ളൂ. ഞങ്ങൾ 2 പേരും ഇങ്ങനെ മഴ ഇങ്ങനെ ആസ്വദിച്ച് ഭയങ്കര രസമായിരുന്നു കേട്ടോ അന്നൊക്കെ. അപ്പോൾ അതിങ്ങനെ എനിക്ക് ഓർമ്മ വന്നിട്ട് ഭയങ്കര സങ്കടമാണ്. എനിക്ക് അതൊക്കെ മിസ് ചെയ്യുന്നുണ്ട്. മഴ എന്ന് പറയുമ്പോൾ തന്നെ എനിക്ക് ഭയങ്കര ഫീലിങ്സാണ്. നാട് ഭയങ്കര മിസ്സിങ്ങുമാണ്. അപ്പം അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. അപ്പോൾ ഇവിടുത്തെ കാര്യം പറയുകയാണെങ്കിൽ ഭയങ്കര ചൂടാണ് കേട്ടോ. അങ്ങനെ നമ്മൾ ചിക്കൻ മാഗ്നേഷനൊക്കെ കംപ്ലീറ്റ് ചെയ്തു. എൻ്റെ കൈ കണ്ടില്ലേ ഗൈസ്, ഞാൻ നല്ലൊരു എന്താ പറയുക, റെഡിഷ് ആയിട്ടുണ്ട്. നമ്മളിങ്ങനെ മാഗ്നേഷനൊക്കെ കഴിഞ്ഞ് കൈ നോക്കുമ്പോൾ നല്ലൊരു റെഡ് കളറിൽ നല്ല ഭംഗിയാണല്ലേ കാണാനായിട്ട്. അപ്പോൾ ചിക്കനൊക്കെ മാഗ്നേറ്റ് ചെയ്ത് ഞാൻ മാറ്റി വെക്കുകയാണ്. അവൻ അവിടെ ഇരിക്കട്ടെ, കുറച്ച് നേരം റിലാക്സ് ചെയ്യട്ടെ. പാവം, അതിനെ ഞാൻ വല്ലാണ്ട് വേദനിപ്പിച്ചതല്ലേ, ഇനി കുറച്ച് നേരം റെസ്റ്റ് എടുത്തോട്ടെ. അപ്പോൾ എന്താ പറയുക, നല്ല രസമാണ് എന്താ പറയുക മഴയൊക്കെ കാണാനായിട്ട്. ഇവിടെ സൗദിയിൽ എന്ന് പറയുമ്പോൾ നല്ല ചൂടാണെങ്കിലും ഉള്ളിൽ നമ്മളൊന്നും അറിയില്ല. എ സിയും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് നമ്മളൊന്നും അറിയുന്നില്ല. പക്ഷെ പുറത്തോട്ട് ഇറങ്ങുമ്പോൾ നമ്മൾ കരിഞ്ഞു പോകും ഗൈസ്. കാര്യം ഞങ്ങൾ ഉച്ചയ്ക്ക് ഇറങ്ങേണ്ടി വന്നായിരുന്നു. എൻ്റെ ബ്രദർ കളിയിൽ ചെറുതായിട്ട് വീണ് പരിക്കറ്റ്, കാലിന് ചെറുതായിട്ട് മുട്ടിന് ഒരു വേദന ഉണ്ടായിരുന്നു. കുഴപ്പമൊന്നുമില്ല, എക്സ്റേ ഒക്കെ എടുത്തു. പ്രത്യേകിച്ച് പ്രശ്നങ്ങളൊന്നുമില്ല. ചെറുതായിട്ട് വേദന മാത്രമായിരുന്നു. മരുന്ന് കഴിച്ചു,
മാറിയിട്ടുണ്ട്. പക്ഷെ ആ സമയത്ത് ഞങ്ങൾ പുറത്ത് ഒരു ഉച്ച സമയത്ത് ഇറങ്ങിയിട്ട് എൻ്റെ പഠിച്ചോനെ കരിഞ്ഞു പോയി ഗൈസ്. അത്രയ്ക്ക് ചൂടാണ് കേട്ടോ പുറത്ത്. പക്ഷെ നമ്മൾ ഉള്ളിലിരിക്കുമ്പോൾ ഒന്നും അറിയില്ല. വീടിൻ്റെ അകത്തിരിക്കുമ്പോൾ നമ്മൾ നല്ല തണുപ്പാണ്, നല്ല സുഖമാണ്. പക്ഷെ ഇവിടെ അങ്ങനെ ആ മഴ കാണാൻ പറ്റില്ല, നല്ല കാറ്റ് കാണാം. പുറത്തിറങ്ങുമ്പോൾ നല്ല പൊടിക്കാറ്റും കാണാം. ഇനി ഞാൻ പുറത്തിറങ്ങുകയാണെന്നുണ്ടെങ്കിൽ ഇൻഷാ അല്ലാ ഞാനൊരു പൊടിക്കാറ്റ് വീഡിയോ ഒക്കെ എടുത്ത് കാണിക്കാം. ചൂടായ കാരണം കണ്ണ് തുറക്കാൻ പറ്റില്ല വണ്ടി കയറിയാൽ. അതുകൊണ്ട് വീഡിയോ എടുക്കുക എന്നുള്ള കാര്യം ഭയങ്കര സങ്കടകരമാണ്. എങ്കിലും നമുക്ക് നോക്കാം കേട്ടോ. പൊടിക്കാറ്റൊക്കെ എടുക്കുമ്പോൾ രസമാണല്ലോ. രസമോ എന്ത് രസം. കാറൊക്കെയുടെ പൊടിയിൽ മുങ്ങും. ഭയങ്കര പൊടിക്കാറ്റായിരിക്കും ചില ഇടങ്ങളിൽ കേട്ടോ. എങ്കിലും നല്ല രസമാണ്, കുഴപ്പമൊന്നുമില്ല. അൽഹംദുലില്ലാ നമ്മൾ കുഴപ്പമൊന്നുമില്ലാതെ പോകുന്നുണ്ട്. അപ്പം ഞാൻ ചിക്കൻ കറി ഉണ്ടാക്കുകയാണ്. ഒരു ചട്ടി, ഒരു പാൻ അടുപ്പത്ത് വെച്ച് ഞാൻ അതിലേക്ക് കോക്കനട്ട് ഓയിലും അതുപോലെ കുറച്ച് സ്പൈസസും ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഗൈസ്. നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമല്ലോ. ഇനി നമ്മൾ ഉള്ളി ഇട്ട് കൊടുക്കുകയാണ്. ഈ ചട്ടി കണ്ട ആരും നെട്ടണ്ട. ഇത് ഒരുപാട് പഴക്കം നിറഞ്ഞ അല്ലെങ്കിൽ പഴക്കം ഏറിയ ചട്ടിയാണ്. ഇതെൻ്റെ ചട്ടിയല്ല. ഒരുപാട് ഒരിച്ച് നോക്കിയിട്ടും പോകാത്ത കുറേ പാടുകൾ അതിലുണ്ട്. പിന്നെ ഞാനതൊന്നും നോക്കിയിട്ടില്ല. പിന്നെ ഉള്ളത് വെച്ചങ്ങോട്ട് തൃപ്തിപ്പെടണേ. നമ്മളൊക്കെ സാധാരണക്കാരല്ലേ. ഉള്ളത് കൊണ്ട് എന്താ പറയുക, ഉള്ളതുകൊണ്ട് പെരുന്നാൾ പോലെ തന്നെയല്ലേ. അല്ല, ഉള്ളതുകൊണ്ട് ഓണം പോലെ അങ്ങനെ തന്നെ അല്ല. പിന്നെ അപ്പം നമ്മൾ ടൊമാറ്റോ ഒക്കെ കഴുകി ടൊമാറ്റോ കൂടി കട്ട് ചെയ്യണം കേട്ടോ. കട്ട് ചെയ്ത് നമ്മൾ ചിക്കൻ കറി ഉണ്ടാക്കുകയാണ്. ഇതൊന്നും ശരിക്കും കട്ട് ചെയ്ത് ഇങ്ങനെ കാണിക്കേണ്ട ആവശ്യമില്ല. പക്ഷെ എനിക്ക് നിങ്ങളോട് കുറേ നേരം സംസാരിക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഈ കട്ടിങ്ങൊക്കെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയത്. അല്ലേ, എനിക്ക് നിങ്ങളോട് അത്രയ്ക്ക് സ്നേഹമാണ്. ആ സ്നേഹം നിങ്ങൾ തിരിച്ചും കാണിക്കണം ഗൈസ്, പ്ലീസ്. അപ്പം നിങ്ങൾ ചോദിക്കും, ആ സ്നേഹം ഞങ്ങളെങ്ങനെയാണ് തിരിച്ചു കാണിക്കാമെന്ന്. നിങ്ങൾക്ക് ഭയങ്കര സിമ്പിളല്ലേ. എന്നെപ്പോലെ ഇങ്ങനെ വീഡിയോ എടുത്ത് നിങ്ങളെ ഓരോരുത്തരെ മെൻഷൻ ചെയ്ത് ഒന്നും സങ്കടപ്പെടേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ആ സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് അമർത്തുക, കൂടെയുള്ള ബെല്ലൈക്കണും കൂടെ ഒന്ന് അമർത്തുക. പിന്നെ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുക, അതുപോലെ ഒന്ന് ലൈക്ക് ചെയ്യുക. എന്തെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കമൻറ്റ്, എൻ്റെ വീഡിയോയിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട എന്തെങ്കിലും ഒരു കമൻറ്റ്, എന്നെക്കുറിച്ചോ എൻ്റെ കുക്കിങ്ങിനെ കുറിച്ചോ എന്തെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് നിങ്ങൾക്ക് താഴെ മെൻഷൻ ചെയ്യാം, അല്ല കമൻറ്റ് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് അതിനുള്ള ഒരു അവസരം ഉണ്ടായിട്ടും നിങ്ങൾ ചെയ്യാതിരിക്കുന്നത് ഭയങ്കര മോശമാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ചെയ്യാം കേട്ടോ. അപ്പോൾ എല്ലാവരും കമൻറ്റ് ബിലോ എനിത്തിങ്. അപ്പോൾ ഓക്കെ, നമ്മൾ ചിക്കൻ കറിയൊക്കെ ഏതാണ്ടാക്കി. അപ്പോൾ നമ്മുടെ കുക്കിങ്ങൊക്കെ കഴിഞ്ഞ് ഈ കത്തി ഉണ്ടല്ലോ ഇങ്ങനെ എടുത്ത് വെക്കുമ്പോൾ എനിക്കൊരാശ്വാസമാണ്. ഇനി ഒന്നും ചെയ്യാനില്ലല്ലോ എന്നൊരാശ്വാസമാണ്. എന്തായാലും ഞാനൊരു നിശ്വാസത്തോടു കൂടി കത്തിയെടുത്ത് വെച്ചിട്ടുണ്ട് ഗൈസ്. അപ്പോൾ ഇനി എന്ത് ചെയ്തു, നമ്മൾ ചട്ടിയോട് നോക്കിയപ്പോൾ നമ്മളെ ടൊമാറ്റോ ഒക്കെ ഒന്ന് മെൽറ്റ് ആവുന്നുണ്ട്. കോക്കനട്ട് ഓയിലും ടൊമാറ്റോയും കൂടി മിക്സായി മെൽറ്റായി മാറുന്നുണ്ട്. ആ ടൈം കൊണ്ട് നമുക്ക് പൊടികളൊക്കെ ഇങ്ങനെ സെറ്റാക്കി വെക്കാം. ഇനി എന്തൊക്കെ പൊടികൾ ആഡ് ചെയ്യുന്നു എന്ന് ഞാൻ പ്രത്യേകം പറയുന്നില്ല. മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഗരം മസാല, കുരുമുളക് പൊടി, ഇത്രയും പൊടികൾ മാത്രമേ ഞാൻ ആഡ് ചെയ്യുന്നുള്ളൂ കേട്ടോ. അപ്പം നിങ്ങളത് ആഡ് ചെയ്ത് കൊടുത്താൽ മതി. എല്ലാം കൂടെ കാണിച്ച് നിങ്ങളെ ഞാൻ ബോറടിപ്പിക്കുന്നില്ല ഗൈസ്. അപ്പം ഞാൻ ഇത് വളരെ സാഹസികമായിട്ട് ഞാൻ എന്ത് ചെയ്യുകയാണ്, ഈ ബോട്ടിൽസൊക്കെ എടുത്ത് വെക്കുകയാണ് ഗൈസ്. നിങ്ങളെ കൊണ്ട് ആരെ കൊണ്ടെങ്കിലും പറ്റുമോ. അപ്പം ഞാനിതിങ്ങനെ മെല്ലെ കൊണ്ടുവന്ന് ഇങ്ങനെ എടുത്ത് വെക്കുകയാണ്. പറ്റുന്നവർ കമൻറ്റ് ചെയ്യുക. പക്ഷെ എന്നെക്കൊണ്ട് പറ്റിയില്ല, സോറി ഗൈസ്. ഇത് മൊത്തം കുളമായി, താഴെ വീഴാത്തത് എൻ്റെ ഭാഗ്യം. എന്തായാലും നമുക്കിത് പറ്റുന്ന പോലെയൊക്കെ അങ്ങ് എടുത്ത് വെക്കാം, അത്ര തന്നെ. ഞാനൊന്ന് ഈളിയിട്ട് എന്ന് പറഞ്ഞ് ഈളിയിട്ടായിരുന്നു. പിന്നെ ഞാൻ ആ സൗണ്ട് കട്ട് ചെയ്തിട്ടുണ്ട്, മോശമല്ലേ. അപ്പോൾ ഓക്കെ, നമുക്കിതൊക്കെ സെറ്റ് ചെയ്ത് വെക്കാം. ചെറുതായിട്ടൊന്ന് പാളിയാൽ എന്താ കുഴപ്പം, നന്നായിട്ട് അറേഞ്ച് ചെയ്ത് വെച്ചില്ലേ ഞാൻ, അത്രേ ഉള്ളൂ. അപ്പം നമ്മുടെ ചിക്കൻ കറി ഒരു പരിവായിട്ടുണ്ട്. ഇനി ഞാൻ കുറച്ച് വെള്ളമൊക്കെ ആഡ് ചെയ്ത് ഇതങ്ങോട്ട് സെറ്റാക്കുവാണ്. അപ്പോൾ ഓക്കെ, പിന്നെ ഞാൻ നിങ്ങളൊക്കെ എന്നോട് കുറച്ച് പേരാണെങ്കിലും സ്നേഹത്തോടെ ചോദിച്ചവർക്കുള്ളൊരു മറുപടിയാണ് കേട്ടോ ഞാൻ തരുന്നത്. എന്താന്ന് വെച്ചാൽ, എന്താ ഇപ്പോൾ വീഡിയോ ഇടാത്തത്, എന്താ ഇപ്പോൾ വ്ളോഗ്സ് അപ്ലോഡ് ചെയ്യാത്തത്, ഷോർട്സ് മാത്രം കുറച്ച് നാളെ അപ്ലോഡ് ചെയ്തിരുന്നു, ഇപ്പോൾ ഷോർട്സും ഇല്ല വീഡിയോസും ഇല്ല. വൈ, എന്തുകൊണ്ട്, എന്തു പറ്റി, എന്തെങ്കിലും ഉണ്ടോ,
പ്രത്യേകിച്ച്, അങ്ങനെയൊക്കെ ഒരുപാട് പേര് എൻ്റെ അടുത്ത് ചോദിച്ചായിരുന്നു. താങ്ക് യു. ചോദിച്ച എല്ലാവരോടും സന്തോഷം മാത്രം. അപ്പോൾ എന്താ പറയുക, കുറച്ച് പേരെങ്കിലും നമ്മളോട് ഇങ്ങനെ ചോദിച്ചല്ലോ. ആകെ വളരെ കുറച്ച് സബ്സ്ക്രൈബേഴ്സ് മാത്രമേ എനിക്ക് ആയിട്ടുള്ളൂ. ഇനി ആയിട്ട് വേണം, അതിന് നിങ്ങളെല്ലാവരും എന്നെ ഹെൽപ്പ് ചെയ്യണം. അപ്പോൾ അത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ കാരണം പറയാമെന്ന് വിചാരിച്ചു. എന്താണെന്ന് വെച്ചാൽ, ഇവിടെ ഒരാളുണ്ട് കേട്ടോ, ഒരു ഫിഷ് ഉണ്ട്. ഒരാൾ മാത്രമേ ഉള്ളൂ, ഒരാളെ കൂടി നമ്മൾക്ക് കിട്ടണം ഇൻഷാ അല്ലാ. അപ്പോൾ ഞാൻ പറയാൻ വന്ന കാര്യം എന്താ പറയുക, ഞാൻ 1 മന്തായിട്ട് 1.5 മന്തായിട്ട് എനിക്ക് വീഡിയോസ് അപ്ലോഡ് ചെയ്യാൻ തോന്നുന്നേയില്ല. അതായത് ഭയങ്കര ഞാൻ എൻ്റെ കംഫർട്ട് സോണിൽ മാത്രം പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. എനിക്കൊരു സ്കിൻ കെയർ ചെയ്യാൻ താല്പര്യമില്ല. ശരിക്കൊന്നും കിച്ചണൊക്കെ ഭയങ്കര മെസ്റ്റപ്പായിരുന്നു, എനിക്കതൊന്നും ക്ലീൻ ചെയ്യാൻ താല്പര്യമില്ല. ലിവിങ് ഏരിയ ഭയങ്കര മെസ്റ്റപ്പായിരുന്നു, ക്ലീൻ ചെയ്യാൻ താല്പര്യമില്ല. അങ്ങനെ ഭയങ്കര എന്താ പറയുക, ഒരു 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 ഗുണമില്ലാത്ത ലൈഫ്. ഞാൻ ആ ഒരു കംഫർട്ട് സോൺ, അതായത് കംഫർട്ടാണ്, ഞാൻ ഭയങ്കര കംഫർട്ടാണ്, പക്ഷെ ഹാപ്പി അല്ല. കാര്യം ഇതൊക്കെ ഇങ്ങനെ കിടക്കുകയാണല്ലോ, അപ്പോൾ നമ്മൾ ഹാപ്പി ആവത്തില്ല. അപ്പോൾ പക്ഷെ ഞാൻ ഭയങ്കര കംഫർട്ടാണ്, എനിക്ക് ആ കംഫർട്ട് സോൺ ബ്രേക്ക് ചെയ്യാൻ പറ്റുന്നില്ല. അങ്ങനെ 1 മന്തോളം ഞാൻ പോയി. ഫുഡ് വാരി വലിച്ച് കഴിക്കുന്നു, കിടന്നുറങ്ങുന്നു. ഇത് മാത്രം എനിക്ക് വേണ്ടി ഞാനൊന്നും ചെയ്യുന്നില്ല, ആർക്കും വേണ്ടി ഒന്നും ചെയ്യുന്നില്ല. ഫുഡ് അടിക്കുന്നു, കിടന്നുറങ്ങുന്നു. കംഫർട്ട് സോണിൽ മാത്രം ഇങ്ങനെ ഫോണിങ്ങനെ വാച്ച് ചെയ്ത് ഭയങ്കര ഹാപ്പി ആയിട്ട് മാത്രം ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു ഞാൻ. പിന്നെ എനിക്ക് എന്നെ അങ്ങോട്ട് മടുക്കാന്ന് വെച്ചാൽ, അടുക്കളയൊക്കെ കിച്ചണൊക്കെ ഭയങ്കര മെസ്സപ്പായി മാറിയപ്പോൾ എനിക്കിങ്ങനെ തോന്നി, എന്താണിത്, എൻ്റെ ഉമ്മയൊക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ എന്നെ ചൂലെടുത്ത് അടിക്കും, നിലത്ത് വാരി അടിക്കും എന്നൊക്കെ ഇങ്ങനെ മനസ്സിലോട്ട് വരാൻ തുടങ്ങി. അപ്പം ഞാൻ വിചാരിച്ചു, നന്നാവണം, ഞാനിങ്ങനെ ഈ കംഫർട്ട് സോണിൽ മാത്രം പോയാൽ പറ്റില്ല, ഭയങ്കര മോശമാണെന്ന് വിചാരിച്ചിട്ട് ഞാൻ നന്നാവാൻ തീരുമാനിച്ചു. ഇപ്പം ഞാൻ പാക്ക് ചെയ്യുന്നത് എൻ്റെ കാക്കാൻ്റെ അവർ ഫ്രണ്ട്സിന് വേണ്ടിയിട്ടുള്ള ഫുഡാണ് കേട്ടോ. അവർക്ക് വേണ്ടിയുള്ള കറി ചിക്കനൊക്കെ പാക്ക് ചെയ്ത് വെക്കാണ്. ഇനി വേറൊരാൾ ഇങ്ങോട്ട് വരികയും ചെയ്യും. ഇത് നെയ്ച്ചോറാണ് കേട്ടോ, അതും റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഒരാൾ ഇങ്ങോട്ട് വരുന്നുണ്ട്, അപ്പോൾ അവർക്കുള്ള ഫുഡ് മാറ്റി വെച്ചു, ബാക്കി പാക്ക് ചെയ്ത് കൊടുത്തേക്കാണ് കേട്ടോ. അങ്ങനെ കിച്ചണൊക്കെ ഓക്കെ ആയിട്ടുണ്ട്, ഞാൻ ഫുൾ ക്ലീൻ ചെയ്തു. ഹാപ്പി, മാഷാ അല്ലാ, ഹാപ്പി. അങ്ങനെ ഞാനിവിടെ ഇങ്ങനെ ഇരിക്കുകയാണ്, ഗസ്റ്റിനെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ് കേട്ടോ ഞങ്ങൾ. അപ്പം ഞാൻ എൻ്റെ കംഫർട്ട് സോൺ ബ്രേക്ക് ചെയ്തിട്ട് എന്ത് ചെയ്തു, പെട്ടെന്ന് തന്നെ കിച്ചൺ അങ്ങോട്ട് നന്നാക്കി, റൂം നന്നാക്കി, ലിവിങ് ഏരിയ നന്നാക്കി. ഭയങ്കര സാറ്റിസ്ഫാക്ഷൻ ലെവൽ അങ്ങോട്ട് കിട്ടി എനിക്ക്. അങ്ങനെ ഞാൻ വിചാരിച്ചു ഇനി വീഡിയോസും അപ്ലോഡ് ചെയ്ത് തുടങ്ങാമെന്ന്. അൽഹംദുലില്ലാ അതും അങ്ങോട്ട് തുടങ്ങി. ഇനി ഏതായാലും ഇങ്ങനെ തന്നെ അങ്ങോട്ട് മടി പിടിക്കാണ്ട് പോട്ടെ എന്ന് ഞാൻ എന്നെ തന്നെ പറഞ്ഞ് പഠിപ്പിക്കുന്നു, അല്ലെങ്കിൽ ആഗ്രഹിക്കുന്നു. ഇൻഷാ അല്ലാ പഠിച്ചോനെ അങ്ങനെ തന്നെ ആക്കി തരട്ടെ. അങ്ങനെ അവരവിടെ ഫുഡ് കഴിക്കുന്നുണ്ട്, അതായത് അവരുടെ ഫ്രണ്ടും അവരും കൂടെ കഴിക്കുന്നുണ്ട്. ഞാനിവിടെ അടുക്കളയിൽ ഇരുന്നിട്ട് കഴിക്കാൻ കേട്ടോ. അപ്പം നല്ല ചോറും നെയ്ച്ചോറും, നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. നല്ല നെയ്ച്ചോറും ചിക്കൻ ഫ്രൈയും അച്ചാറും കൂട്ടിയിട്ട് നല്ലൊരു പിടുത്തം പിടിക്കുക. കൂട്ടത്തിൽ എമ്മി ബേബിക്കും ഞാൻ കൊടുക്കുന്നുണ്ട്. അവൻ അവിടെയും പോയി കഴിക്കുന്നുണ്ട്, ഇവിടെയും വന്ന് കഴിക്കുന്നുണ്ട് എന്ന് പറഞ്ഞ അവസ്ഥയിലാണ്. എന്തായാലും എന്നെപ്പോലെ ആരെങ്കിലും ഉണ്ടോ ചിക്കൻ്റെ ഒരു പീസ് ഇങ്ങനെ ചോറൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കുന്ന ആരെങ്കിലും? എനിക്ക് ആ സ്വഭാവം ഉണ്ട് കേട്ടോ. ആരെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റ് ബിലോ. ഞാനിങ്ങനെ ലാസ്റ്റ് ഒരു പീസ് എടുത്ത് മാറ്റി വെക്കും, ചോറൊക്കെ കഴിഞ്ഞ ശേഷം ആ പീസ് മാത്രം കഴിക്കും. ഞാനും ഹാപ്പി, ചിക്കനും ഹാപ്പി. അങ്ങനെ ഞാൻ ഫ്രണ്ടും അവരും തമ്മിൽ സംസാരിച്ചിരിക്കുകയാണ് അവിടെ. അവർ ഭയങ്കര സംസാരവും ചിരിയും കാര്യങ്ങളൊക്കെയാണ്. അപ്പം ഞാനിങ്ങനെ എലോൺ ഒറ്റപ്പെട്ടിരിക്കുകയാണല്ലോ. അപ്പോൾ കുറച്ച് മുന്തിരിയൊക്കെ എടുത്തുകൊണ്ട് ഞാൻ റൂമിലോട്ട് വന്നിട്ടുണ്ട്. ഇപ്പം ഞാൻ റൂമിൽ മുന്തിരിയൊക്കെ കഴിച്ചിങ്ങനെ ഹാപ്പി ആയിട്ടിരിക്കുകയാണ്. ഇനി ഞാൻ കിടന്നുറങ്ങും. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വ്ളോഗ്. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.